എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ അടുത്ത മാസം ഡിസംബർ മാസം എങ്ങനെയായിരിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ, ഇതിൽ ഒരുപാട് പേരുടെ എനർജി ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ റെസണേറ്റ് ആവില്ല. റെസണേറ്റ് ആവുന്നവർ എടുക്കാം. നന്നായി പ്രാർത്ഥിച്ചിട്ട് വീഡിയോ കാണാം. അപ്പം നിങ്ങളുടേതായിട്ട് വരെ നന്നായി പ്രാർത്ഥിച്ചിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്കുള്ള മെസ്സേജ് ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വെറുതെ വിടാം. പിന്നെ ഇത് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുക. നിങ്ങൾ ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം തരാം. ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ പേഴ്സണൽ റീഡിങ്ങിന്. അപ്പൊ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പൊ അതിന് പരിഹാരങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ എല്ലാവരും പ്രത്യേകമായിട്ടൊരു കാര്യം പറഞ്ഞു, എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. യൂണിവേഴ്സ് ആൻഡ് വ്യൂവേഴ്സിന്റെ അടുത്ത ഡിസംബർ മന്ത് എങ്ങനെയായിരിക്കും? യൂണിവേഴ്സ് ആൻഡ് വ്യൂവേഴ്സിന് 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 ഡിസംബർ മന്ത് എങ്ങനെയായിരിക്കും? Universe and the
years and years and December. അപ്പൊ ഇവിടെ 5 of swords വന്നിട്ടുണ്ട്, 3 of wands വന്നിട്ടുണ്ട്, queen of swords വന്നിട്ടുണ്ട്, 9 of cups വന്നിട്ടുണ്ട്, 2 of wands വന്നിട്ടുണ്ട്, magician card വന്നിട്ടുണ്ട്, emperor വന്നിട്ടുണ്ട്, sun card വന്നിട്ടുണ്ട്, 9 of pentacles വന്നിട്ടുണ്ട്, 2 of swords വന്നിട്ടുണ്ട്, page of cups വന്നിട്ടുണ്ട്, 6 of pentacles വന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് വന്നിരിക്കണത് 5 of swords ആണ്. എന്താ പറയണ വെച്ചാ, ബലം പ്രയോഗിച്ചിട്ട് നേടുന്നതൊന്നും ശാശ്വതമല്ല എന്നാണ് പറയുന്നത് കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് നിങ്ങൾക്ക് കേട്ടോ. നിങ്ങളുടെ എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത പറയുന്നുണ്ട് കേട്ടോ. അന്യായമായ വിടപെടലുകളിലൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ മോഷണം പോവേ എന്തെങ്കിലും മോഷണം പോവാനൊക്കെ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം കേട്ടോ. അപമാനിക്കപ്പെടാൻ സാധ്യത, സ്വന്തം അഭിമാനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാം. ഒരു ജോലിയിൽ ഒരു പോരാട്ടമൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ജോലിയിൽ പോരാടിയൊക്കെ നിൽക്കേണ്ടി വരും, ജോലിയിൽ ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരും, ഒരുപാട് പിരിമുറുക്കം അനുഭവിക്കേണ്ടി വരും, തർക്കങ്ങൾ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. മോശമായ അല്ലെങ്കിൽ ചെറിയ എന്തോ ഒരു ശത്രുത നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. മോശമായതോ അല്ലെങ്കിൽ അല്ലാത്തതായ ശത്രുത, ചെറിയൊരു ശത്രുത വരാൻ സാധ്യതയുണ്ട്. ലവ് റീഡിങ്ങിലും നിങ്ങൾക്ക് ചീറ്റിംഗ് ആണ് പറയുന്നത്, നിങ്ങളെ ചതിക്കാൻ ഒരു സാധ്യതയുണ്ട്. അത് തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടി കാരണം കൊണ്ട് തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട് നിങ്ങളെ ഒന്ന് ചതിക്കാനായിട്ട്, നിങ്ങളെ ചീറ്റ് ചെയ്യാനായിട്ട് ഒരു സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ മാത്രമല്ല, പലരായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്, നിങ്ങൾ മാത്രമല്ല കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. ആളത്ര നല്ലതല്ല, പലരുമായിട്ടാണ് കോണ്ടാക്ട്. പിന്നെ വന്നത് 3 of wands വന്നിട്ടുണ്ട്. 3 of wands എന്ന് പറയുമ്പോൾ പുതിയ എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട് സാധ്യതയുണ്ട്. ന്യൂ ബിഗിനിങ് പറയുന്നുണ്ട്. ബിസിനസ്സിൽ വൻ വിജയം വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് പേരുടെ എനർജി ഉണ്ട് ഇതില്. അപ്പൊ അത് കുറച്ചു പേർക്ക് ജോലിയിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ലവ് റീഡിങ് ലവേഴ്സ് ആയാലും തന്നെ ഒരു ചീറ്റിംഗ് വരാൻ സാധ്യതയുണ്ട്. കുറച്ചു പേർക്ക് ഒരു ന്യൂ ബിഗിനിങ്ങും പറയുന്നുണ്ട് കേട്ടോ. പുതിയ എന്തെങ്കിലും, കുറച്ചു പേർക്ക് ജോലിയിലൊക്കെ ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. പക്ഷെ കുറച്ചു പേർക്ക് പുതിയ എന്തെങ്കിലും പ്രോജക്റ്റ് തുടങ്ങാനോ അതിലൊക്കെ വിജയിക്കാനും സാധ്യത പറയുന്നുണ്ട്. എല്ലാ കാര്യത്തിലും സക്സസ് വരുന്നു എന്ന് പറയണ കുറച്ചു പേർക്കൊക്കെ. വിദേശത്ത് പോകാൻ സാധ്യത പറയുന്നുണ്ട്. കുറച്ചു പേർക്ക് ഹാർഡ് വർക്കിനൊക്കെ ഫലം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ലവ് റീഡിങ്ങിന് തേർഡ് പാർട്ടി എന്തായാലും ഉറപ്പാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹിക്കുന്ന വ്യക്തി വേറെ ആളായിട്ട് കണക്ഷൻ ഉണ്ട്, തേർഡ് പാർട്ടി ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെയാണ് കാണിക്കുന്നത്. നിങ്ങൾ പിണങ്ങിയിരിക്കുക അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ആയിട്ടിരിക്കുക, അത് ആ തേർഡ് പേഴ്സൺ കാരണമാണ്. തേർഡ് പാർട്ടി ഉണ്ട്. പിന്നെ അങ്ങനെ ക്വീൻ ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഒരു ശക്തമായ ആദർശവാദിയായ ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. കുലീനയും നല്ല ഗൗരവമൊക്കെ ഉള്ള ഒരാളാണ്. മറ്റുള്ളവരിൽ നിന്ന് ഇപ്പൊ ഭാര്യ ഭർത്താവ് തന്നെയാണെങ്കിൽ ഒന്ന് ഇങ്ങനെ മാറി നിൽക്കാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരും എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിലും നിങ്ങൾ തമ്മിൽ ചെറുതായിട്ട് അകന്നു നിൽക്കും. അതുപോലെ ഭാര്യ ഭർത്താവാണെങ്കിൽ തന്നെ കുറച്ച് ഒരു ചെറിയ ചെറിയ വഴുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹസ്ബൻഡും വൈഫും തമ്മിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ്. നിങ്ങൾ സ്വന്തം കഴിവിലൊക്കെ വിശ്വസിക്കുക. വളരെ പക്വതയുള്ള ഒരു ആളാണ് എന്തായാലും. അപ്പൊ നന്നായിട്ട് സൂക്ഷിക്കുക, അത്രയാണ്
ഇനി 9 ഓഫ് കപ്സ് ആണ് പിന്നെ വന്നിരിക്കുന്നത്. 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ പോകുന്നു. അപ്പൊ കുറച്ചു പേർക്ക് നിങ്ങളിപ്പോ നോ കോണ്ടാക്ട് ആയാലും നിങ്ങൾ അടുക്കാനുള്ള സാധ്യതയുണ്ട്. കുറച്ചു പേർക്ക് അത് ചീറ്റിങ്ങും വരുന്നുണ്ട്. അപ്പൊ എന്താണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്നാണ് പറയണത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തായാലും നിങ്ങൾക്ക് ഗുണം കിട്ടും കേട്ടോ. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെന്ന് പറയണം നിങ്ങളെ. പിന്നെ സംതൃപ്തി, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാവേണ്ട നിങ്ങൾക്ക് സംതൃപ്തിയൊക്കെ ഉണ്ടാവാൻ പോകുന്ന പിന്നെന്താ, വ്യക്തിപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷമാണ് വരാൻ പോകുന്നത്. സംതൃപ്തി, സന്തോഷം ഇതെല്ലാം നിങ്ങൾക്ക് വരാൻ പോവാണ് കേട്ടോ. പിന്നെന്താണ്, ജീവിതത്തില് എല്ലാ നന്മയും സമ്പത്തും ഒക്കെ അനുഭവിക്കുന്ന നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തില് സമ്പത്തും എല്ലാ ഐശ്വര്യം ഒക്കെ വരാൻ പോവാണ് നിങ്ങളെ. അത് കുറച്ചു പേർക്ക് അങ്ങനെയാണ്, കുറച്ചു പേർക്ക് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ലവ് റീഡിങ്ങിലാണെങ്കിലും നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിയിൽ ഭയങ്കര അഡിക്റ്റഡ് ആണ് നിങ്ങളെ. കുറച്ചു പേർക്ക് ഒരു ചെറിയ ലോങ് ഡിസ്റ്റൻസ് പറയുന്നുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിങ്ങൾ വളരെ അഡിക്റ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ ആ വ്യക്തിനെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതിന്റെ വളരെ ഡീപ്പ് ലവ് ആണ് നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത്. ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിനെ. പിന്നെ പറയുന്ന 2 ഓഫ് വാൻസ് ആണ്. 2 ഓഫ് വാൻസ് എന്ന് പറയുമ്പം പുതിയ ഐഡിയാസ് ഒക്കെയാണ് പറയുന്നത്. ധൈര്യമുള്ള ഒരാളെ വിജയം ഉണ്ടാവുന്നു എന്ന് പറയുന്നത്. നിങ്ങളുടെ ബിസിനസ്സിലും ലൈഫിലൊക്കെ വൻ നേട്ടങ്ങളൊക്കെ ഉണ്ടാവാൻ പോകണമെന്ന് പറയണത്. എല്ലാ കാര്യത്തിലും നല്ല ലാഭം ഉണ്ടാവും. കുറച്ചു പേർക്കൊക്കെ അങ്ങനെയാണ്, കുറച്ചു പേർക്ക് ചെറിയ ബുദ്ധിമുട്ടുകളും വരും. നിങ്ങളുടെ ലൈഫിൽ വളരെ നല്ല ഗുണമുള്ള സമയമാണ് പറയണത്. എല്ലാ കാര്യത്തിലും നേട്ടം ഉണ്ടാവും, നല്ല കാര്യത്തിലും ധനലാഭം ഉണ്ടാകും. ധനികനായ ഒരു ബിസിനസ്മാനെ പറയാം. ധൈര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല ധൈര്യമുള്ള ഒരാളാണ്. പുതിയൊരു വഴി നിങ്ങൾക്ക്, പുതിയൊരു പാത നിങ്ങൾക്ക് തുറന്നു കിട്ടാണ്. ഒരു വിദേശത്ത് പോവാനൊക്കെ ഒരു സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. മജീഷ്യൻ കാർഡ് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ്. ഇത്തിരി നല്ലൊരു അധികാരഭാവമൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ജന്മനാ തന്നെ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഒരുപാട് കഴിവുകളുണ്ട് നിങ്ങൾക്ക്. മറ്റുള്ളവരൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. നിങ്ങൾ സമൂഹത്തിലൊക്കെ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നു. ഒരുപാട് ഈശ്വരാനുഗ്രഹം ഉണ്ടെന്നാണ് കേട്ടാ പറയണത്. നിങ്ങൾക്ക് വളരെ ധൈര്യശാലികളാണ്, വളരെ ശുദ്ധ മനസ്സുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. ശരിയായ വഴിയിലൂടെ പോയാല് വളരെയധികം സക്സസ് ഉണ്ടാവും നിങ്ങൾക്ക് കേട്ടോ. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാളാണ്. ഒന്നിനെയും നിങ്ങൾക്ക് ഭയമൊന്നുമില്ല. ആരുടെയും കീഴിൽ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ് നിങ്ങള്. നിങ്ങൾ സമൂഹത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ്. നിങ്ങളെ ആരും നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. സ്വന്തം കഴിവുപയോഗിച്ച് സക്സസ്സിൽ നിങ്ങൾ എത്തുമെന്നാണ് പറയുന്നത്. നല്ലൊരു അധികാരമുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. രാജാവിന്റെ അധികാരമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നത്. അത്രയും അധികാരമുണ്ട് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് നല്ല കാലങ്ങളാണ് വരാൻ പോകുന്നത്. കുറച്ചു പേർക്ക് അങ്ങനെയാണ്. കുറച്ചു പേർക്ക് മാത്രം ജോലിയിലൊക്കെ ചെറിയ അസ്വസ്ഥതകൾ പറഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുകയും ചെയ്യും കേട്ടോ. ഐശ്വര്യവും സെലിബ്രേഷനും ഒക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. മാരേജ് കഴിക്കാത്തവർക്കാണെങ്കിൽ മാരേജ് വരാ. ഫിനാൻഷ്യലായിട്ട് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവാ. റിലേഷൻഷിപ്പിന് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവാ. പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവുക. ഒരുപാട് ഈശ്വരാനുഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങള്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ നിങ്ങൾക്ക് തന്നെ കഴിയും. മറ്റുള്ളവരെയും കൂടി ഹീൽ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കുടുംബത്തിൽ തന്നെ നല്ലൊരു ഒരു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന കുടുംബത്തിലെ ടോപ്പായിട്ടുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരാളാണ്. നല്ല മനസ്സിന്റെ ഒക്കെ ഉടമയാണെന്നാണ് പറയുന്നത്. നല്ല മനസ്സുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വളരെ കുറച്ച് ഗൗരവമൊക്കെ ഉണ്ട്. നല്ല സ്നേഹമുള്ള വ്യക്തിയാണ്. നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങള്. നിങ്ങൾക്ക് എല്ലാവരെയും കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട് നിങ്ങൾക്ക് കേട്ടോ. നല്ല അടുക്കും ചിട്ടയൊക്കെ ഉള്ള ഒരാളാണ്. സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെ. സ്വന്തം തീരുമാനത്തിനനുസരിച്ചൊക്കെ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് കഴിയുമെന്നാണ് പറയണത് കേട്ടോ. വളരെ സത്യസന്ധമായി മാത്രം ഏതൊരു കാര്യവും ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ നിങ്ങൾ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ. മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മതപരമായിട്ടുള്ള ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ഒരാളാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ആചാരങ്ങൾ പിന്തുടരുന്ന
തോന്നുന്ന ഒരാളാണ് നിങ്ങള്. ഒരു പേടിയൊന്നുമില്ല, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളെ വിശ്വസിക്കാം. പിന്നെ സൺകാർഡ് നിങ്ങൾക്ക് എന്തായാലും ഇപ്പൊ നിങ്ങളെ ഒരു നോ കോണ്ടാക്ട് ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഒരു പുനർജന്മം കിട്ടണ പോലെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാലത്ത് നിന്ന് ഇപ്പോഴത്തെ കാലം കഴിഞ്ഞിട്ട് നല്ലൊരു കാലാണ് ഇനി വരാൻ പോണേന്ന് പറയണത് കേട്ടോ. ഒരു സക്സസിനെയും സന്തോഷവും സക്സസ് ഒക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ കാലഘട്ടം തീർന്നിട്ട് നിങ്ങളിലേക്ക് സക്സസും സന്തോഷമൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. വിജയം ഉണ്ടാവുന്നു എന്ന് പറയണേ. നല്ല പരിശ്രമത്തെ നിങ്ങൾ നന്നായി പരിശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട്. അത് നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ വളരെയധികം സന്തോഷവും ഭാഗ്യവും ഇതൊക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളെ ഇപ്പൊ സ്നേഹിക്കുന്നവരാണെങ്കിൽ പ്യുവർ ലവ് ആണെന്നാണ് പറയുന്നത്. നിങ്ങളെ നല്ല സോൾമേറ്റ് ആണ് നിങ്ങള്. അപ്പൊ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. പിന്നെ 9 ഓഫ് പെന്റക്കൽസ് വന്നിട്ടുണ്ട്. 9 ഓഫ് പെന്റക്കൽസ് നിങ്ങളുടെ ജീവിതം തന്നെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് പറഞ്ഞത്. നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരൊക്കെ ആള് നിങ്ങളെ ആശ്രയിക്കാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്നിട്ടായാലും നിങ്ങൾക്ക് ചെയ്യാൻ നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെ. നല്ലവണ്ണം സമ്പാദിക്കുന്ന ഒരാളാണ്. ഇതിൽ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ മൃഗങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. വളരെ സത്യസന്ധമായി സ്വന്തം കഴിവ് ഉപയോഗിച്ചിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സന്തോഷമായ ജീവിതം സ്വന്തം പ്രയത്നം കൊണ്ട് ആഡംബരമായി ജീവിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞത്. സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ അല്ല. പിന്നെന്താ, നല്ല സമ്പത്തുള്ള ഒരാളാണ്. ലവ് റീഡിങ്ങിലാണ് ഒരു ലേഡിയുടെ നിങ്ങൾ വളരെയധികം നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിനെ വളരെയധികം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് ഉള്ളൊരു ഒറ്റയ്ക്ക് തനിച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അത്രയും നിങ്ങളെ കഴിവുണ്ടെന്നാണ് പറയണത്. പിന്നെ ഇപ്പൊ ലവ് റീഡിങ്ങിലാണെങ്കിൽ നിങ്ങളെ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു സ്നേഹമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ പ്രണയമല്ല, എക്സ്ട്രാ മാരീഡ് അതാണ്. ഒരു എന്തായാലും അവർക്ക് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഭാര്യ അല്ലെങ്കിൽ ഇപ്പൊ പയ്യനാണെങ്കിൽ ആണുങ്ങളാണെങ്കിൽ അവർക്ക് എന്തായാലും അവർക്ക് ഭാര്യയൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും കല്യാണം കഴിഞ്ഞവർ തമ്മിലുള്ള ഒരു പ്രണയത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ കുറെ പേരുടെ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരുപാട് പേര് കാണുന്നതല്ലേ. അപ്പൊ അങ്ങനെയുള്ളവര് ഇത് കൂടുതൽ കാണുന്നതെന്നാണ് പറയുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഉള്ള പ്രണയിക്കുന്നവരെയാണ് ഇത് കൂടുതൽ കാണുന്നത് ഇതിൽ വന്നിരിക്കുന്നത്. അവസാനം വരെയും കാത്തു സൂക്ഷിക്കുന്ന പ്രണയമാണെന്നാണ് പറയുന്നത്. നിങ്ങള് നല്ല സത്യസന്ധമായ ലേഡിയാണ്. നിങ്ങൾക്ക് നല്ല പ്രകൃതിക്ക് സ്നേഹിക്കുന്ന ഒരാളാണ് നിങ്ങളിപ്പോ. പിന്നെ എന്താ, 2 ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ 2 ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോ ബുദ്ധിമുട്ടുള്ളൊരു തീരുമാനത്തേക്കാണ് കാണിക്കുന്നത്. എവിടേക്ക് ഇപ്പൊ നിങ്ങൾ ആകെ കൺഫ്യൂഷനാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ 2 കാര്യങ്ങളുണ്ട്. അതിലേത് തെരഞ്ഞെടുക്കണം, ഏതിനാണ് എടുക്കേണ്ടത്, ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ജോലിയിലായാലും ശരി, പിന്നെ ലവേഴ്സ് ആയാലും ശരി, 2 ഇതുണ്ട്. അപ്പൊ അതിലേതിനെ തെരഞ്ഞെടുക്കണം എന്ന് അറിയാതെ ആകെ കൺഫ്യൂഷനായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണെന്നാണ് പറയുന്നത്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ലവേഴ്സ് ആയാലും ശരി, 2 പേരുണ്ടായിരിക്കും, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ ആരെ ചൂസ് ചെയ്യണമെന്ന് അറിയുന്നില്ല. ആകെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ. നിങ്ങളൊരു ബന്ധത്തിലാണെങ്കിൽ തന്നെ നിങ്ങളുടെ പ്രണയം ഒരു വഴിത്തിരിവില് ആകുമെന്നാണ് പറയണത്. നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും ഇപ്പൊ ഇത്തിരി നോ കോണ്ടാക്ട് ആയിട്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് ഒക്കെ ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. അത് തേർഡ് പാർട്ടി കാരണം കൊണ്ടാണ് കേട്ടോ നിങ്ങൾ അങ്ങനെ നിൽക്കുന്നത്. ജോലിയിലാണെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സ്തംഭനാവസ്ഥയാണ് പറയുന്നത്. മനസ്സിലായി. കുറച്ചു പേർക്കൊക്കെ നല്ലത് വരുന്നുണ്ട്. കുറച്ചു പേര് ആകെ ഒരു സ്തംഭനാവസ്ഥ, പ്രതിസന്ധി, പ്രശ്നങ്ങള്, തീരുമാനം എടുക്കാൻ കഴിയാത്ത, അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസം, മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനാണ് കുറച്ചു പേർക്കൊക്കെ വരുന്നത്.
കുറച്ചു പേർക്ക് ന്യൂ ബിഗിനിങ്ങും നല്ല കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. പിന്നെ പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അത് ന്യൂ ബർത്ത്, ന്യൂ ചൈൽഡ്, ന്യൂ റിലേഷൻഷിപ്പ്, ന്യൂ ഐഡിയാസ്, പ്രഗ്നൻസി. ഇപ്പൊ കുട്ടികളില്ലാതെ ഇരുന്നവർക്കാണെങ്കിൽ കുട്ടികൾ ഉണ്ടാവാം, പ്രഗ്നന്റ് ആവാതെ ഇരുന്നവരൊക്കെ പ്രഗ്നന്റ് ആവാം. അതിനൊക്കെ ഒരു സമയമാണെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ശരിയായ പാതയിൽ ആണെന്നാണ് കാണിക്കുന്നത്. ചിലർ സെൽഫ് ലവിലേക്ക് പോകുന്നതായി കാണിക്കുന്നു. ഒരു കുട്ടികൾ ഉണ്ടാവാതെ ഇരുന്നവർക്ക് ഒരു കുട്ടി ഉടനെ ഉണ്ടാവാനായിട്ടൊരു സാധ്യതയുണ്ട് കേട്ടോ. ലവ് റീഡിങ്ങിലാണെങ്കിലോ പ്രൊപ്പോസല്, അത് കുറച്ചു പേർക്കൊക്കെ ഒരു ചീറ്റിംഗ് ഇതൊക്കെ വരുന്നുണ്ട്. കുറച്ചു പേർക്ക് വീണ്ടും റീയൂണിയൻ വരുന്നുണ്ട്, പ്രൊപ്പോസല് വരുന്നുണ്ട്, വെഡിങ്, റീയൂണിയൻ, ഇതൊക്കെയാണ് ലവ് റീഡിങ്ങിൽ പറയുന്നത് കേട്ടോ. ഒരു അല്ലെങ്കിൽ ഇപ്പൊ നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുന്നവർ അവർ നിങ്ങളായിട്ട് നിങ്ങളെ വിളിക്കാനോ കാണാൻ വരാനോ അങ്ങനെയൊക്കെ ഒരു സാധ്യതയാണ് ഇനി പറയുന്നത്. പിന്നെ ലാസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് പെന്റക്കൽസ്, 6 ഓഫ് പെന്റക്കൽസ് ആണ് വന്നിരിക്കുന്നത്. 6 ഓഫ് പെന്റക്കൽസ് നൂതനമായ കാര്യങ്ങളൊക്കെ സ്വീകരിക്കാനും നിങ്ങളുടെ മനോവീര്യം വർദ്ധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങള് കഠിനാധ്വാനത്തിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ ജോലി ചെയ്തിട്ട് കിട്ടാനുള്ള പണമൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് തന്നെ തിരിച്ചിട്ട് ജോലിയിൽ എന്തെങ്കിലും ഒരു പ്രൊമോഷൻ ആവാ, ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാവുക, സമ്മാനങ്ങൾ ലഭിക്കുക, മറ്റുള്ളവരോട് ഔദാര്യമൊക്കെ ഉള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് സഹായങ്ങളൊക്കെ ലഭിക്കാൻ പോകുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത് നിങ്ങൾ കേട്ടോ. നിങ്ങൾ ഒരുപാട് സമ്പത്തുള്ള വ്യക്തിയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ സഹായിക്കാൻ നല്ല മനസ്സുള്ള വ്യക്തിയാണെന്നാണ് പറയണത്. പക്ഷെ പാത്രം അറിഞ്ഞിട്ട് സഹായിക്കണം. ലവ് റീഡിങ്ങിലാണ് നിങ്ങളെ സ്നേഹം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളെ കൊടുക്കുന്ന സ്നേഹം തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ചു പേർക്കൊക്കെ നല്ലത് വരുന്നുണ്ട്, കുറച്ചു പേർക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഒരുപാട് പേരുടെ എനർജി ഉള്ളതല്ലേ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് എനർജി കിട്ടണമെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കണം കേട്ടോ. പേഴ്സണൽ റീഡിങ് എടുക്കണമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് എല്ലാം തരണം. അങ്ങനെ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.